ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മോഡൽ എക്സാമിങ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഫെബ്രുവരി 17-ാം തീയതി മുതലാണ് +1 മോഡൽ എക്സാം തുടങ്ങാൻ പോകുന്നത്. ഈ മൊമെൻറ്റിലും എല്ലാ മക്കളും എന്നോട് പേഴ്സണലിയും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, സാർ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ച് നല്ല മാർക്ക് നേടാൻ സാധിക്കുമോ? ഈ ചോദ്യം എന്നെ സംബന്ധിച്ച് പുതിയ ചോദ്യമല്ല. ഈ കഴിഞ്ഞ എല്ലാ അക്കാഡമിക് ഇയറിലും ഇതുപോലെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും മുൻപ് ഞാൻ കേട്ട് തഴമ്പിച്ച ചോദ്യമാണ്. ഇനി ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലോട്ട് വരാം. ഉത്തരം വളരെ ലളിതമാണ്. യെസ്, തീർച്ചയായും നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കും. അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇനി നമ്മുടെ മോഡൽ എക്സാമിന് 1 മാസത്തോളം സമയമുണ്ട്. മോഡൽ എക്സാമിന് 1 മാസത്തോളം സമയമുണ്ടെന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാമിന് 1 മാസത്തിൽ കൂടുതൽ സമയം നമ്മുടെ മുന്നിലുണ്ട്. ഈ 1 മാസം എന്ന് പറയുന്നത് തള്ളിക്കളയേണ്ട സമയമല്ല. ആ സമയം നമ്മുടെ ജീവിതത്തിൽ, നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഏറ്റവും ക്രൂഷ്യലായ, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതെന്തുകൊണ്ടാണെന്ന് പറയുന്നത് വെച്ചാൽ, സമയമാണ് നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാൻ സാധിക്കാത്തൊരു കാര്യം. സോ ആ സമയം നിങ്ങളുടെ മുന്നിൽ ഇനി അവശേഷിക്കുന്നുണ്ട്. ആ സമയത്തെ നിങ്ങൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നതിലിരിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ പോകുന്ന മാർക്കുകൾ. ഇത്ര നാൾ ഞാൻ സീരിയസ്നെസ്സോടെ പഠിച്ചില്ല, കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെപ്പറ്റി ആലോചിച്ചത് ഒരു പ്രയോജനമില്ല. ഒരു തരി പ്രയോജനം നിങ്ങൾക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ പഠിച്ചില്ല, ഞാൻ നേരാവണ്ണം പഠിക്കാമായിരുന്നു, കുറച്ചൊക്കെ ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് നേരാവണ്ണം പഠിച്ചതാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇത്രത്തോളം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നൊന്നും ആലോചിച്ച് തല പുകച്ചത് കൊണ്ട് ഒരു ചാപ്റ്ററും നിങ്ങളുടെ തലയിലോട്ട് കൂടുതലായിട്ട് വരാൻ പോകുന്നില്ല. സോ കഴിഞ്ഞത് കഴിഞ്ഞു, അത് അവസാനിച്ചു. ഇനി എന്ത് ചെയ്യാം? ഇനി ഈ 1 മാസത്തിൽ എങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു മാർക്കുണ്ടല്ലോ, ചിലർക്കത് ഫുൾ മാർക്കായിരിക്കാം, ചിലർക്കത് ഫുൾ A+ ആയിരിക്കാം, ചിലർക്കത് ഡബിൾ പാസ് ആയിരിക്കാം, എന്തുമായിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സിനകത്തുള്ളൊരു മാർക്കുണ്ടല്ലോ, അത് നേടിയെടുക്കാൻ ഇനിയുള്ള മാസത്തിൽ എന്തു ചെയ്യണം എന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇതുപോലെ പഠിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഈ വീഡിയോ അയച്ചു കൊടുക്കാനും നിങ്ങൾ മറക്കരുതടാ. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിക്കുക എന്നത് തന്നെയാണ്. പഠിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സമയം പഠിക്കുക? ഇത്ര നാൾ നിങ്ങൾ എത്ര സമയം പഠിച്ചു? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. പലരും സാറേ ഞാൻ കുറേ പഠിച്ചു സാറേ, മാർക്ക് കിട്ടിയില്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടായിരുന്നു. ശരിയാണ്, സത്യമാണ്, ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞിട്ട് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ മാറാൻ പോകുന്നില്ല. അതേ പാറ്റേണിലുള്ള ചോദ്യ പേപ്പർ തന്നെയാണ് മോഡൽ എക്സാമിനും ബോർഡ് എക്സാമിനും വരാൻ പോകുന്നത്. ബോർഡ് എക്സാമിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ആ സമയത്ത് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടാണെന്ന് പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും നിങ്ങളെ ചെവിക്കൊള്ളുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരാൾ പോലും നിങ്ങളെ ചെവിക്കൊള്ളാൻ പോകുന്നില്ല. നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ കുറേ പേരുണ്ടാവും, പക്ഷെ നിങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം നിങ്ങൾ എത്ര പേരെ വാതോരാതെ പറഞ്ഞാലും ആരും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല. അവരെല്ലാവരും പറഞ്ഞവസാനിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം, നീ പഠിക്കാത്തത് കൊണ്ട് മാത്രമാണെന്നായിരിക്കും. അവിടെ നിങ്ങളുടെ സൈഡായിരിക്കും ന്യായം, നിങ്ങളുടെ സൈഡായിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങൾ പറയുന്ന കാര്യം വാസ്തവമാണെന്നോ അംഗീകരിക്കാനോ ആരും തന്നെ ഉണ്ടാവുകയില്ല. മറിച്ച് നിങ്ങൾ അതിനെ മറികടന്ന് നിങ്ങൾ മികച്ചൊരു വിജയം നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയത്തെ ആഘോഷിക്കാനും നിങ്ങളെ അംഗീകരിക്കാനും നിങ്ങളെ അനുമോദിക്കാനും ഒട്ടേറെ ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കും. സോ എങ്ങനെയാണ് ഇനി ഞാൻ പഠിക്കേണ്ടത്? വരാം. ആദ്യം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. ശരിയല്ലേ? 1.5 മണിക്കൂർ പഠിക്കുന്നുണ്ടാവുക. പുസ്തകം തുറന്നു വെച്ച് പാരലലി റീല് കാണുന്ന കാര്യമോ പാരലലി വാട്സപ്പ് നോക്കുന്ന കാര്യമല്ല പറയുന്നത്. പഠിക്കുന്ന സമയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദിവസേന ഒരു 1.5 മണിക്കൂറോ 1 മണിക്കൂറോ ആയിരിക്കും നിങ്ങളിൽ പലരും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതിൽ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി ആ 1.5 മണിക്കൂർ കൊണ്ട് പാസ് മാർക്ക് പോലും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. പിന്നെ എത്ര മണിക്കൂർ പഠിക്കണം? ഏറ്റവും ചുരുങ്ങിയത് 3 മുതൽ 4 മണിക്കൂർ വരെ ഒരു ദിവസം പഠിക്കേണ്ടതുണ്ട്. കാരണം അതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആവും? 4 മണിക്കൂറൊന്നും പഠിക്കുന്നത് സാധ്യമായ കാര്യമല്ല. പറ്റണ പരിപാടി വല്ലതും പറയണോ എന്നായിരിക്കും നിങ്ങളുടെ പലരുടെയും മനസ്സിലുണ്ടാവുക. സാധിക്കാത്തതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഒരു ദിവസം 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. രാത്രി ഒരു 8 മണി മുതൽ അല്ലെങ്കിൽ ഒരു 7 മണി മുതൽ പഠിക്കാനിരുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ 7 മണി മുതൽ 10 മണി വരെ പഠിക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുള്ളത്? രാത്രി സമയത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. ബാക്കിയുള്ള തിരക്കുകളും മൊബൈലും ബാക്കി നിങ്ങളെ എന്തൊക്കെയാണോ ഡൈവേർട്ട് ചെയ്യുന്നത് അതിനെ എല്ലാം എടുത്തു മാറ്റി വെച്ച് പഠിക്കാൻ വേണ്ടി രാത്രി ഒരു 3 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യുക. ബാക്കിയും 1 മണിക്കൂറുണ്ടല്ലോ, അത് ഞാൻ എന്ത് ചെയ്യും? യെസ്, അതിനുള്ള സമയം നിങ്ങൾക്ക് രാവിലെ ഉണ്ട്. രാവിലെ ഒരു 5 മണിക്കൊക്കെ എണീറ്റ് ശീലിക്കട. ഇനി പഠിക്കാതെ, ഇനി എണീക്കാതെ പിന്നെ നിങ്ങൾ എപ്പോഴാണ് എണീക്കാൻ പോകുന്നത്? ഇനി 1 മാസമേ ഉള്ളൂ. ആ 1 മാസം കൃത്യമായിട്ട് രാവിലെ എണീറ്റ് 1 മണിക്കൂർ നിങ്ങൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 2 ചാപ്റ്ററെങ്കിലും പഠിക്കാൻ സാധിക്കുകയുള്ളൂ.
4 മണിക്കൂർ ഉണ്ടെങ്കിൽ മാത്രമേ 2 ചാപ്റ്റർ എങ്കിലും ഒന്ന് നമുക്ക് കൃത്യമായി തന്നെ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. 2 വലിയ ഭീമനായ ചാപ്റ്റർ എടുത്തു വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ പോലൊരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് പോലൊരു ചാപ്റ്റർ പഠിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സോളിഡ്സ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുക. സോ അങ്ങനെ പാരലലി കൊണ്ടുപോവുക. അല്ലാതെ 2 ഭീകരൻ ചാപ്റ്റേഴ്സ് ഒരു സാർ 4 മണിക്കൂറിൽ പറ്റില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. സോ ഒരു വലിയ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ കൂടെ ഒരു ചെറിയ ചാപ്റ്റർ കൂടി ഇരുന്ന് പഠിക്കുക. ആ രീതിയിൽ പാരലലി പഠിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ കാര്യമില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി സാർ ഞാനിത് കൃത്യമായി തന്നെ പഠിക്കുന്നു, ഞാൻ സെൽഫായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഞാൻ എന്തിലൊക്കെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്? തീർച്ചയായും അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ NCERT ആണ്, എല്ലാവർക്കും അറിയാം. NCERT സിലബസ് ഓറിയൻറ്റഡ് ആയ ചോദ്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാൻ പോകുന്നത്. ആ സിലബസിനെ പറ്റി നിങ്ങൾക്ക് ധാരണ വേണം. പക്ഷേ ആ പുസ്തകം നമ്മളൊന്ന് കൈകൊണ്ട് തുറന്നാൽ തന്നെ പഠിക്കാനുള്ള മൂഡും എല്ലാം നഷ്ടപ്പെടും. സോ അതിനാൽ തന്നെ ഞാൻ അങ്ങനെ ആ NCERT ടെക്സ്റ്റ് ബുക്ക് അരച്ച് കലക്കി കുടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത്ര നാളും പഠിച്ചു തുടങ്ങാത്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി അവസാനത്തെ ഒരു 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യാം. അല്ലാതെ അരിച്ചു പെറുക്കി എല്ലാ കാര്യങ്ങളും ഉറുമ്പ് അരിമണി തിന്ന പോലെ മുഴുവനും ഇരുന്ന് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എനിക്കൊരു 70% മാർക്കൊക്കെ മതി, അല്ലെങ്കിൽ ഒരു 80% മാർക്കൊക്കെ മതി എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അവസാനത്തെ ഒരു 6 വർഷത്തെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും സോൾവ് ചെയ്ത കുട്ടിക്ക് 80% മാർക്ക് ഞാൻ ഉറപ്പ് പറയാം. ഒരു സംശയവും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറാണ്? ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, ഇംപ്രൂവ്മെന്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി പഠിക്കണം. കൂടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി പഠിക്കണം. അതായത് 4 ചോദ്യ പേപ്പർ ഉണ്ടാവും. ബോർഡ് എക്സാം, ഇംപ്രൂവ്മെന്റ് എക്സാം, മോഡൽ എക്സാം, ക്രിസ്മസ് എക്സാം. 4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും ഒരു വർഷത്തിൽ. 6 വർഷം എന്ന് വെച്ചാൽ 24 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. 24 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്തുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ സാർ 24 ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്ന നടപടിയാവുന്ന കാര്യമെല്ലാം തോന്നും. മക്കളെ, ഇതിനകത്തുള്ള ഒരു 60-70% ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കത്തുള്ളൂ, ഒരു സംശയവും വേണ്ട. ഒരു കുഞ്ഞുദാഹരണം പറഞ്ഞു തരട്ടെ. ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ എടുത്തു. നിങ്ങൾ നോക്കാൻ പോകുന്ന ബഹുഭൂരിപക്ഷം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും ബാങ്കിങ് ഓഫ് റോഡ് ഉണ്ടാവും. നിങ്ങൾ നോക്കാൻ പോകുന്ന ബഹുഭൂരിപക്ഷം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്തും F=MA ഡിറൈവ് ചെയ്യാനുണ്ടാവും. സോ ഇതൊക്കെ എല്ലാത്തിലും സ്ഥിരമായി കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. അവയ്ക്ക് ആദ്യം പ്രാധാന്യം കൊടുത്ത് അവ പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞ കുട്ടിയാണ് നിങ്ങളെങ്കിൽ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് കംപ്ലീറ്റ് കോൺസെപ്റ്റുകളാണ്. എന്താ ഇയാൾ കോൺസെപ്റ്റ് പഠിക്കാണ്ട് PYQ പഠിക്കാൻ പറയുന്നത്? കാരണം നമ്മുടെ മുന്നിൽ സമയം തീർത്തും കുറവാണ്. മാർക്ക് നേടുക എന്ന ഉദ്ദേശമാണ് മനസ്സിലെങ്കിൽ ഉറപ്പായും PYQs സ്ട്രോങ് ആക്കുക. അതിന് സപ്പോർട്ടീവായ കോൺസെപ്റ്റുകൾ മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ പാഠപുസ്തകം മുഴുവൻ ഇരുന്ന് കോൺസെപ്റ്റ് പഠിക്കാമെന്ന് വെച്ചാൽ നേരം വെളുക്കും. അത് നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു കാര്യമാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് ആദ്യം PYQs നോക്കുക, അതിന് സപ്പോർട്ടീവായ കോൺസെപ്റ്റ് പഠിക്കുക. അല്ലാതെ ചാപ്റ്ററിലെ മുഴുവൻ കോൺസെപ്റ്റ് ഇരുന്ന് പഠിച്ച് തീർക്കുക എന്ന് പറയുന്നത് ഈ മൊമെന്റിൽ പലർക്കും സാധ്യമായ കാര്യമല്ല. ഇനി ഞാൻ PYQ ഒക്കെ എനിക്ക് ഓക്കെയാണ്. ഇനി ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യുക. മുഴുവൻ കോൺസെപ്റ്റും എല്ലാ ടോപ്പിക്കുകളും പരീക്ഷയ്ക്ക് വന്നതും വരാത്തതും ഇനി വരാൻ സാധ്യതയുള്ളതുമായ മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ടിരുന്ന് പഠിക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ സമയം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ 1 മാസം മതി. കാരണം ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ട 11 ചാപ്റ്റർ പഠിച്ചൊരു കുട്ടിക്ക് പിന്നെ അങ്ങോട്ട് വെറും 3 ചാപ്റ്റർ അല്ലേ ഉള്ളൂ. അത് ഈ പറയുന്ന ദിവസത്തിൽ പഠിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണത്? ഒരു ബുദ്ധിമുട്ടുമില്ല. സോ അങ്ങനെ ഒരു കുട്ടിയാണെങ്കിൽ മുഴുവൻ കോൺസെപ്റ്റും കൃത്യമായിട്ടിരുന്ന് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതിനുശേഷം പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഉണ്ടാവും, സാർ എനിക്ക് ഈ 70% മാർക്ക് നേടിയാൽ പോരാ, പക്ഷേ ഞാൻ ഈ പറയുന്ന ക്രിസ്മസ് എക്സാം വരെ നേരാവണ്ണം പഠിക്കാത്തൊരു വിദ്യാർത്ഥിയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഈ PYQസിൽ മാത്രം ഒതുങ്ങിയിട്ട് 70-80% മാർക്ക് നേടിയാൽ മതിയോ? എനിക്കത് പോരാ സാറേ, എനിക്ക് ഈ പറയുന്ന പോലെ തന്നെ മുഴുവൻ മാർക്കും അല്ലെങ്കിൽ A+ സ്വപ്നം കാണുന്ന കുട്ടിയാണ്, ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്? സോ അങ്ങനെ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടിയുണ്ട്. പലർക്കും ഇപ്പോൾ സ്കൂളിൽ സ്ഥിരമായ അറ്റൻഡൻസ് നിർബന്ധമല്ലാത്ത സ്കൂളുകൾ പലതും ഉണ്ട്. എന്നോട് പേഴ്സണലി മക്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവായ സ്റ്റഡി ലീവ് എടുത്തിട്ട് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്തിരുന്ന് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം പോസിബിളായ കാര്യമാണ്. അല്ലാതെ രാത്രിയും രാവിലെ നേരത്തെയും മാത്രം എണീറ്റിട്ട് ഇത്ര നാളും പഠിക്കാത്തൊരു കുട്ടിക്ക് ഫുൾ മാർക്ക് അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് സാഹസികമായ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, അല്ലാതെ പൊള്ളയായ കള്ളത്തരങ്ങളല്ല നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നത്. സത്യാവസ്ഥ ഇതാണ്, യാഥാർത്ഥ്യം. സോ അങ്ങനെ എനിക്ക് ക്രിസ്മസ് എക്സാം വരെ നേരാവണ്ണം പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഫുൾ മാർക്കും A+ഉം സ്വപ്നം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ടീച്ചർമാരോട് നേരാവണ്ണം സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു ഹോൾ ഡേ ലീവ് എടുത്തിട്ട് സ്റ്റഡി ലീവ് പോലെ എടുത്തിട്ട് കൃത്യമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ.
അതാണ് അതിൻ്റെ ബെസ്റ്റ് അവർ സൊല്യൂഷൻ. പല സ്കൂളുകളിലും അറ്റൻഡൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല, പല പല പ്രശ്നങ്ങളുണ്ടാവും. അത് നിങ്ങൾ ടീച്ചർമാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ടീച്ചർ ഇതാണ് ഇങ്ങനെ പഠിച്ചിട്ടേ എനിക്കിനി കാര്യമുള്ളൂ, ഇതാണ് എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായ മാർഗ്ഗം, സ്കൂളിൽ വന്നിരുന്നിട്ട് പഠിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് സെൽഫ് സ്റ്റഡി ചെയ്താൽ ഇനിയുള്ള ദിവസങ്ങളിൽ എഫക്റ്റീവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങുക. ഈ കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് കൃത്യമായി തന്നെ വയ്ക്കുക. ഈ പറഞ്ഞതെല്ലാം ഒരു ചേട്ടൻ അനിയന്മാരോടും അനിയത്തിമാരോടും പറയുന്നതായി തന്നെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് ബെസ്റ്റ് മാർക്ക് കിട്ടി, നിങ്ങൾക്ക് നല്ല മാർക്കോടെ നിങ്ങൾ +1 +2 പാസ്സായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. നിങ്ങളുടെ പാരൻസ് എത്രത്തോളം സന്തോഷിക്കുമോ അതേ സന്തോഷം ഞങ്ങൾ എല്ലാവർക്കും ഉണ്ട്. സോ അതിനാൽ തന്നെ നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാളധികം ഞങ്ങളും സന്തോഷിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുക എന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. സോ അതിലോട്ട് എല്ലാവർക്കും എത്തിച്ചേരാൻ വേണ്ടി സാധിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുക, കോൺഫിഡൻറ്റോടെ ഇരിക്കുക, നന്നായി തന്നെ പഠിക്കുക. സോ ഗൈസ്, ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അഗ്നി ബാച്ചിലെ എൻ ഗെയിമിലോട്ട് ഇനിയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് ഇനിയും ചേരാം. കറൻറ്റ്ലി ന്യൂ ഇയർ ഓഫർ ഉണ്ട്. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇനിയും നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് ഡെയിലി ലൈവ് ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കാനുള്ള സാധ്യതയും സാഹചര്യവുമുണ്ട്. ഈ സമയം കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള അവസരം പോലും ഉണ്ടാവില്ല. സോ കൃത്യമായിട്ട് പഠിക്കുക. കൂടെയുണ്ട്. കാണാം.